4 വെള്ളവരക്കുള്ളിലെ ലോകം ഒരു ആവാസ വ്യവസ്ഥയെങ്കിൽ അവിടെ 4 ആണ്ടിലൊരിക്കൽ പെയ്തുകൊണ്ടിരുന്ന ഒരു അപൂർവ സുന്ദര വസന്തം എന്നേക്കുമായി പെയ്തൊഴിയാൻ പോകുന്നു. ലോകമേ കണ്ണടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി തലച്ചോറിലേക്ക് ആ സത്യത്തെ കയറ്റുക. ഫുട്ബോളിലെ മിശിഹ അവസാനത്തെ ലോകകപ്പിനിറങ്ങുന്നു. കണ്ണു തുറക്കുമ്പോൾ ഒരു മരവിപ്പോടെ നിങ്ങളെ പൊതിയുന്നൊരു ശൂന്യതയില്ലേ? അതിന്റെ പേരാണ് ലിയോണൽ ആന്ദ്രേസ് മെസ്സി. ഇനിയൊരിക്കൽ കൂടി നീലയും വെള്ളയും നിറത്തിൽ ഫുട്ബോളിന്റെ മഹാമൈതാനത്ത് നിങ്ങൾക്ക് അയാളെ കാണാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് മാത്രം ഈ ലോകകപ്പിനെ പുൽകുക. കണ്ണിമകളെ ചിമ്മാൻ വിടരുത്. ആ നൂൽമഴയിലെ ഒരു തുള്ളി നിങ്ങൾക്ക് നഷ്ടമാകും. ഓരോ ടച്ചും, ഓരോ ഡ്രിബിളും, ഓരോ ഫ്രീ കിക്കും, ഓരോ പെനാൽറ്റി കിക്കും, ഓരോ അനക്കവും സ്പെഷ്യലാണ്, അവസാനത്തേതാണ്. അമേരിക്കയിലും അയാൾ അവതരിച്ചത് പ്രത്യേകിച്ചൊന്നും നേടാനല്ല, അതൊക്കെ കഴിഞ്ഞതാണ്. ഉരുണ്ടൊരു തുകൽ വസ്തുവിനോട് 6 വയസ്സുള്ളൊരു കുഞ്ഞിന് തോന്നിയ പ്രണയം, പ്രേമപരവശനായി സർവം മറന്ന അലച്ചിൽ, അവസാനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പരാജയപ്പെട്ട നിസ്സഹായത, അതിനൊടുക്കം എത്തിപ്പെട്ടതാണ് അമേരിക്കയിലും. പ്രായം 39ആയി. ലിയോക്കിത് 6ാമത്തെ ലോകകപ്പാണ്. മോഹപ്പന്തിന് പിന്നാലെയുള്ള യാത്രയ്ക്കപ്പുറം ചില അത്യപൂർവ നേട്ടങ്ങൾ അമേരിക്കയിൽ മെസ്സിയെ കാത്തിരിപ്പുണ്ട്. 6ാം ലോകകപ്പ് എന്നത് തന്നെ ചരിത്രമാണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും മെക്സിക്കൻ ഗോളി ഗുലർമോ ചാവയ്ക്കും അതിൽ അവകാശം പറയാനുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ചവരുടെ കണക്കിൽ മെസ്സിക്ക് വട്ടം വെക്കാൻ നിലവിൽ മറ്റൊരാളില്ല. ആ ഉയരം താഴെയുള്ളവർക്ക് കൂടുതൽ അപ്രാപ്യമാക്കൽ അയാളുടെ ഒരു ലക്ഷ്യമാകണം. ഇനി ലോകകപ്പ് ഗോളുകളുടെ കാര്യം. 13 എണ്ണമാണ് നിലവിൽ മെസ്സിയുടെ അക്കൗണ്ടിലുള്ളത്. 3 എണ്ണം അധികമുള്ള ജർമ്മൻ വേട്ടക്കാരൻ മിറോസ്ലാവ് ക്ലോസയെ മറികടക്കൽ അടുത്ത ലക്ഷ്യം. പിന്നെ പരമമായ ലക്ഷ്യം. 6 പതിറ്റാണ്ടിന് മുൻപാണ് ലോകകപ്പിൽ അവസാനമായൊരു രാജ്യം തുടർഭരണം നേടിയത്. അത് പെലെയുടെ ബ്രസീലാണ്. അർജന്റീനയെങ്ങാനും ഇക്കുറി ആ ചരിത്രം തിരുത്തിയാൽ അധികാര തുടർച്ച നേടുന്ന ഫുട്ബോളിലെ ഒരേയൊരു ക്യാപ്റ്റൻ എന്ന പട്ടം മെസ്സിക്ക് സ്വന്തം. എല്ലാറ്റിനും മുകളിൽ സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റങ്ങളില്ലാതെ അയാൾ കളിക്കുന്ന ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പാണ്. ഒരു വൈകാരിക പിരിമുറുക്കവും ഇടങ്കാലിനെ പിറകിൽ നിന്ന് വലിക്കില്ല. ഒഴുകിപ്പറക്കാൻ ഇപ്പോഴും ശേഷി ബാക്കിയുണ്ടെങ്കിൽ ഈ ഇടവപ്പാതിയിൽ അയാൾ തിമർത്തുപെയ്യും. പസഫിക് സമുദ്രത്തിൽ മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടാകും. ലാറ്റിൻ അമേരിക്കൻ ചക്രവാത ചുഴിയിൽ മെക്സിക്കൻ തിരമാലകൾ അലിഞ്ഞില്ലാതാകും. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ മിശിഹ വീണ്ടും ദിവ്യത്വം പുലുകും. കായിക ലോകം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കും. ഫുട്ബോൾ എന്നേക്കുമായി അയാൾക്ക് മുന്നിൽ നിറകണ്ണുകളോടെ തലകുനിക്കും. കയ്യിൽ 2 ലോക കിരീടങ്ങളും കായിക ലോകത്തെ ഇടങ്കാലിലും കൊരുത്ത് അയാൾ യാത്ര പറയും. തിരിച്ചെന്തു പറയണമെന്നറിയാതെ ലോകം കണ്ണീർ പൊഴിക്കും. ചരിത്രത്തിലേക്കുള്ള യാത്രയിൽ മെസ്സിക്ക് എല്ലാ ആശംസകളും നേർന്ന്